എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ കൊച്ചിനെന്താ ഇത്രയും മുടി വളർത്തിയിരിക്കുന്നത്, മുടി വെട്ടാറായില്ലേ. സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ ദേഷ്യം വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് എൻ്റെ ആര്യക്കുള്ളിൻ്റെ മുടി കണ്ടോ ഇത്രയും വളർന്നിരിക്കുകയാണ്. അപ്പം പോകുന്ന സ്ഥലത്തൊക്കെ ചോദിക്കുന്നുണ്ട് കൊച്ചിൻ്റെ മുടി വെട്ടുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. കുറേ പേര് എന്നോട് ചോദിച്ചേട്ടാ കൊച്ചിൻ്റെ മുടി എന്തിനാ ഇങ്ങനെ വളർത്തുന്നത്, വെട്ടുന്നില്ലേ നിങ്ങൾ വെട്ടുന്നില്ലേ എന്ന് ചോദിച്ചു. പക്ഷെ ഇവൻ്റെ അച്ഛന് ഇഷ്ടമല്ല മുടി വെട്ടുന്നത്. പിന്നെ ഇവന് മുടി ഉള്ളതാണ് കേട്ടോ ഭംഗി. പിന്നെ അതേ ഒന്ന് ചെറുതാക്കണം. പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചു ഇവനൊരു സിനിമയിൽ ചെറിയ വേഷം ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ മുടിയുള്ള ഒരു പയ്യനെ വേണമെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ആണ് നമ്മൾ മുടി വളർത്താൻ തീരുമാനിച്ചത് കേട്ടോ. അപ്പം പിന്നെ ഈ ഇടയ്ക്ക് ഞാൻ അഭിലാഷ് പിള്ളച്ചേട്ടനെ കണ്ടപ്പോഴും പുള്ളിയും പറഞ്ഞു മുടി വെട്ടണ്ട, നല്ല ഭംഗിയുണ്ട് ഇവൻ്റെ മുടി വെട്ടണ്ടെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ ഇവനെ സ്കൂളിൽ സമ്മതിക്കില്ല. പിന്നെ ഞാൻ നല്ല ബോയൊക്കെ വെച്ചിട്ട് പക്ഷെ ഉണ്ടല്ലോ അങ്ങനെ ഞാൻ പെർമിഷനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കൂളിൽ. അപ്പം ഞാൻ പറഞ്ഞു ഡിസംബറിൽ വരെ ഉണ്ട് ഷൂട്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം അറിയത്തില്ല, ഡിസംബർ 20 പിന്നെയും ഷൂട്ട് തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇവന് അതിലുണ്ടോയെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി വെട്ടിക്കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും അവർ വിളിച്ചാലോ എന്ന് വിചാരിച്ചാണ് മുടി വെട്ടാതിരിക്കുന്നത്. പിന്നെ എൻ്റെ അരിക്കുട്ടി മുടിയുള്ള അരിക്കുട്ടിനാണ് ഭംഗി കേട്ടോ. അങ്ങനെ കാസ്റ്റിംഗ് കൂടെ ഞങ്ങൾ ഞാൻ കണ്ട കാസ്റ്റിംഗ് കൂളൊക്കെ അയക്കാറുണ്ട് കേട്ടോ. ഇവന് വേണ്ടി നമുക്കോ ഒന്നും ഇവിടെ എത്താൻ പറ്റിയില്ല, ഇവനെങ്കിലും എന്തെങ്കിലും ഒരു ഭാവി ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഞാൻ കണ്ട കാസ്റ്റിംഗ് കോളും എല്ലാ ഓഡീഷനും ഞാൻ അയക്കാറുണ്ട് കേട്ടോ. ചിലതൊക്കെ നമ്മളെ വിളിക്കും, ചിലതൊക്കെ നമ്മൾ പോകും, അറ്റൻഡ് ചെയ്യും, ചിലതൊക്കെ സെലക്ട് ആകും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ കുറേ അയച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ഒരു സിനിമ കുറച്ചൊരു സീൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെയാണ് നമ്മൾ മുടി വെട്ടാതിരിക്കുന്നത്. അപ്പം ദൈവം സഹായിച്ചിട്ട് മുടി ഉള്ളതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ പോകുമ്പോഴൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ കൊച്ചിനെന്താ ഇത്രയും മുടി വളർത്തിയിരിക്കുന്നത്, മുടി വെട്ടാറായില്ലേ. കേട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ ദേഷ്യം വരാറുണ്ട് കേട്ടോ. എന്നൊരു കൊച്ചിന് മുടി വളർത്തിയെന്ന് പറഞ്ഞാൽ എന്താ ഇത്ര പ്രശ്നം അല്ലേ. ഞാൻ ആർക്കൂടെ മുടിയില്ലാത്ത ഫോട്ടോയും മുടിയുള്ള ഫോട്ടോയും ഈ വീഡിയോയുടെ കൂടെ മുടിയുള്ള ഫോട്ടോയും മുടിയില്ലാത്ത ഫോട്ടോയും ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യാവേ. അപ്പം നിങ്ങൾ പറയണം എൻ്റെ ആർക്കൂടെ മുടിയുള്ളതാണോ ഭംഗി, മുടിയില്ലാത്തതാണോ ഭംഗിന്ന്. എൻ്റെ ആർക്കൊണ്ടത് ഇവിടെ കണ്ടോ ഗൈസ്, ഒരു സ്റ്റിച്ച് ഇടേണ്ടായിരുന്നു പക്ഷെ സ്റ്റിച്ച് ഇടേണ്ടി വന്നില്ല. ഒരു ദിവസം എന്ത് പറ്റിയതാണ് അത് പറ. ഞാൻ ഒരു ദിവസം കളിച്ചു. ബാലഭവനിലല്ലേ പോയപ്പോ കളിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ മറ്റേ നമ്മുടെ ഉച്ചയ്ക്ക് കല്യാണ വീട്ടിലൊക്കെ കാണുന്ന മറ്റേ ഡെസ്ക് ഇല്ലേ, ഇരുമ്പിൻ്റെ ഡെസ്ക്, അതിൽ പോയി ഓടി കളിച്ച് അവിടെ ഇങ്ങനെ ഇതായിരിക്കുമായിരുന്നു കേട്ടോ. കൂർത്തിരിക്കുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു കേട്ടോ. എന്തൊരു ഡേഞ്ചർ ആയിരുന്നു അറിയാം. എൻ്റെ ആരെക്കൊണ്ട് കണ്ണിക്കൊള്ളാത്ത ഭാഗ്യം പിരികത്തി കൊണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പം ഞാൻ ചേട്ടൻ പിന്നെ കുറേ അവരോട് പറഞ്ഞു കേട്ടോ, കൊച്ചു പിള്ളേർ കളിക്കുന്ന സ്ഥലത്താണോ ഈ പൊട്ടിയ സാധനങ്ങളൊക്കെ ഇല്ലേ ഇരുമ്പിൻ്റെ ഇങ്ങനെ അത് വളഞ്ഞിരിക്കുന്ന ഡെസ്കായിരുന്നു കേട്ടോ. ഈ പിള്ളേർ ഓടിക്കളിക്കുന്നതിൻ്റെ അവിടെ കൊണ്ടുപോയി ഡെസ്ക് ഇട്ടിരിക്കുന്നത്. അവർ പറയുന്നത് അവർക്കൊരു കൂസലും ഇല്ല കേട്ടോ. നമ്മളെ എന്നിട്ട് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയത് കേട്ടോ വയസ്സ് അല്ലേ. പിന്നെ സ്റ്റിച്ചിട്ടുണ്ടാന്ന് ഞങ്ങൾ പറഞ്ഞു, അവന് വേദന സഹിക്കേണ്ടതുകൊണ്ട് സ്റ്റിച്ചിട്ടുണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു വെട്ട് മാത്രം നമ്മുടെ പിരികത്തി വന്നിരിക്കുന്നത്. സ്റ്റിച്ചിന് തയ്ക്കാൻ ആർക്കൊണ്ട് ഇച്ചിരി ഉണ്ടായാൽ തന്നെ ഭയങ്കര കരച്ചിലും വേദനയും ഒക്കെയാണ്. ഈ സ്റ്റിച്ചിടുന്ന കാഴ്ചയും കൂടെ കാണാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ പറഞ്ഞു സ്റ്റിച്ചിടണ്ട കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ സ്റ്റിച്ചിടാതിരുന്നത് അല്ലേ. അപ്പം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം ഗൈസ് എൻ്റെ ആരെക്കൊണ്ട് മുടി വെട്ടണോ വേണ്ടതെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, ഓക്കെ സി യു. പിന്നെ നമ്മുടെ തുമ്പോളിപ്പള്ളിയിൽ പെരുന്നാളാണ് കേട്ടോ, നമ്മൾ പോകാൻ പോവാണ്. ആ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. ഓക്കെ.